വിപിൻ, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിലെ കൊട്ടിക്കലാശിൻ്റെ ആവേശം, അതിൻ്റെ കരുത്ത്, അതിൻ്റെ ചൂര്, ആവേശം എല്ലാം ഒന്ന് പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വീറും വാശിയും നിറഞ്ഞ 3 ആഴ്ച നീണ്ട പ്രചാരണത്തിന് ഇന്ന് അവസാനിക്കുകയാണ്. പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇന്ന് ഈ ഒരു പകൽ കൂടി മാത്രം ശേഷിക്കെ എല്ലാ സർവ്വസന്നാഹങ്ങളുമായി തന്നെ വോട്ടുറപ്പിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും മുന്നണികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഈ പറഞ്ഞതുപോലെ രാവിലെ മുതൽ തന്നെ നല്ല മഴയാണ്. അതുകൊണ്ട് അത് എത്രത്തോളം ഈ കലാശക്കൊട്ട കേമമാക്കാൻ കഴിയും എന്നുള്ളൊരു ആശങ്ക മുന്നണികളെ സംബന്ധിച്ചുണ്ട്. എങ്കിൽ പോലും റോഡ് ഷോകളായിട്ടാണ് നിലമ്പൂരിലും എടക്കരയിലേക്കും ഈ മുന്നണികളുടെ പ്രവർത്തകർ എല്ലാവരും തന്നെ എത്തുക. അത് ഏകദേശം വൈകുന്നേരത്തോടു കൂടിയായിരിക്കും. 6 മണിക്കാണ് കൊട്ടിക്കലാശം അവസാനിപ്പിക്കേണ്ടത്. പോലീസ് ഓരോ പോയിന്റുകളാണ് നൽകിയിരിക്കുന്നത്. നിലമ്പൂർ ടൗണിൽ തന്നെ LDF-ന്, UDF-ന്, NDA-ക്ക് എന്നുള്ള നിലയ്ക്ക് 3 പോയിന്റുകളായി നൽകിയിട്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. കനത്ത സുരക്ഷയും ഉണ്ടാകും. ഒപ്പം തന്നെ ഇന്നിപ്പോൾ PV അൻവർ ഈ ഒരു കലാശക്കൊട്ടിനില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സമയം കൂടി പ്രവർത്തകരോട് വീട്ടിൽ കയറി വോട്ട് ചോദിക്കാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കലാശക്കൊട്ട് ഉണ്ടാകില്ല എന്നുള്ളതും പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും കഴിഞ്ഞ ഒരു 3 ആഴ്ചയായി രാഷ്ട്രീയ കേരളം നിലമ്പൂരിലേക്ക് ചുരുങ്ങിയതായിരുന്നു. എല്ലാ നേതാക്കളും ഇന്നുമുണ്ട്. UDF-ന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം ഇന്നിപ്പോൾ 11 മണിക്ക് നടക്കും. ഒപ്പം തന്നെ LDF-ന്റെ കൺവീനർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. PV അൻവറും രാവിലെ മാധ്യമങ്ങളെ കണ്ടു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ 24നോട് സംസാരിച്ചു കഴിഞ്ഞു. എല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നിലമ്പൂർ കൂടെ നിൽക്കും എന്നുള്ളത് തന്നെ അവർ കരുതുന്നു. 2,32,000-ഓളം വോട്ടർമാരാണ് ഉള്ളത്. അവർ അപ്പോൾ ഓരോ മുക്കിലും മൂലയിലും വരെ പ്രധാനപ്പെട്ട നേതാക്കൾ, മന്ത്രി പടയൊക്കെ എത്തിയിട്ടായിരുന്നു ഇവിടെ വോട്ട് ചോദിച്ചത്. അത് നിലമ്പൂരിനെ സംബന്ധിച്ചൊരു പുതിയ അനുഭവം കൂടിയായി. LDF-ന് വേണ്ടി M സ്വരാജ്, UDF-ന് വേണ്ടി ആര്യടൻ ഷൗക്കത്ത്, PV അൻവർ, ഒപ്പം തന്നെ NDA-ക്ക് വേണ്ടി മോഹൻ ജോർജ്, ഇവരാണ് കളത്തിലുള്ളത്. ഇന്ന് വൈകുന്നേരം ആ കൊട്ടിക്കലാശം, അതിന്റെ എല്ലാ ആവേശവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ ക്ഷേമ പെൻഷൻ മുതൽ ഈ PV അൻവറിന്റെ ഒരു ആൾബലം അത് ഏത് മുന്നണിയെ ബാധിക്കും എന്നതുവരെ നീണ്ട വിവാദങ്ങളും ചർച്ചകളും ഒക്കെയാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. അതിന്റെയൊക്കെ ഒരു പര്യവസാനം, അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലുള്ള ആവേശം തന്നെ ഇന്ന് കൊട്ടിക്കലാശത്തിലും കാണാം. എസ് കെ വിജയനാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകുന്നേരം 4 മണി മുതലാണ് കൊട്ടിക്കലാശം. ഈ കൊട്ടിക്കലാശൻ്റെ എല്ലാ ചൂരും നമ്മുടെ തത്സമയ സംപ്രേഷണത്തിൽ ഉണ്ടാകും വൈകുന്നേരം 4 മണി മുതൽ ഇന്ന്.